നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന NH66 ആണ്. അപ്പോൾ NH66ൻ്റെ റോഡ് വർക്കിനെ കുറിച്ചിട്ടുള്ള ഹൈവേയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കാണിച്ചു തരാം. അതിപ്പോൾ നമ്മളെ കൂരിയാട് മുതൽ നമ്മൾ ഇടിഞ്ഞ് വീണ സ്ഥലം ഉണ്ടല്ലോ, അവിടുന്ന് മുതൽ നമ്മൾ ടോള് പിരിക്കുന്ന അതുവരെ നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ കൂരിയാട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ചെറിയൊരു തടസ്സം എന്ന് മാത്രമേ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഒരു ഇതുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വർക്കിൻ്റെ സ്ഥലം ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഹൈവേയിൽ കയറും. അപ്പോൾ ഹൈവേയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. പാലത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പാലത്തിൻ്റെ നമ്മളെ ഈ തൊട്ട് കാണുന്ന കമ്പികളൊക്കെ കാണുന്നില്ലേ, ആ കാണുന്നതാണ്. അവിടുന്ന് മുതൽ ഒരു കുറച്ച് ദൂരം വരെ ഒരു 50 മീറ്ററോളം അതിൻ്റെ മേലക്കുണ്ട്. അവർ അവിടുന്ന് റോഡൊക്കെ ഫുള്ളായിട്ട് പൊളിച്ച് രണ്ടാമത് പാലമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് ഇനി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇനിയൊരു പ്രശ്നം അവിടെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട രീതിയിലുള്ള തൂണുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളും അതുപോലെ ഇവിടുന്ന് കഴിഞ്ഞിട്ടുള്ള പല ആ ഹൈവേയിൽ നമ്മൾക്ക് ടോളിൻ്റെ ആ എൻഡ് വരെ നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നമ്മൾ ഇവിടുന്ന് മുതൽ കുറ്റിപ്പുറം വരെ ഉള്ളതുണ്ട്, കുറ്റിപ്പുറം മുതൽ നമുക്ക് പൊന്നാനി വരെ ഉള്ളതുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ബാക്കിൽ നമ്മളെ വീഡിയോ ചാനലിൽ നമുക്ക് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ഇവിടെ ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഓരോ വണ്ടികളായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഒരു സൈഡിൽ കൂടെ സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇതേപോലെ ഈ പൊട്ടിയ സ്ഥലത്ത് തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ ഇതേപോലെ വണ്ടികൾ ആ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് റോഡിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് തന്നെ യാത്ര ചെയ്യാം. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞായിട്ടുള്ള ഹൈവേയിൽ കയറുമ്പോൾ ഉള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ആർക്കെങ്കിലും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സഹകരിക്കുക. അപ്പോൾ അതുപോലെ നല്ല വീഡിയോകളായിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഒരുപാട് നമ്മളെ വീഡിയോകൾ ഇതിൽ നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട്, അതൊക്കെ കയറി കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ ഈ നമ്മളെ ഈ കാണുന്ന ഈ സർവീസ് റോഡ് നമുക്ക് ഇപ്പോൾ 1 വേ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ 1 വേ അല്ല, ഈ സർവീസ് റോഡ് ഇപ്പോൾ 2 വേ ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ചില ഏരിയയിൽ 2 വേ എന്നുള്ളതൊക്കെ പ്രശ്നങ്ങൾ കാരണം പല ബുദ്ധിമുട്ടുകളും പല ആൾക്കാർ ഇതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചില പോക്കറ്റ് റോഡിൽ നിന്നൊക്കെ വണ്ടികളൊക്കെ കയറുമ്പോൾ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്തില്ലെങ്കിൽ സർവീസ് റോഡിൽ അപകടം കൂടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് തുടർന്നായിട്ട് നമ്മളെ വീഡിയോ കണ്ടുവരാം. അങ്ങനെ 3 മിനിറ്റ് 5 മിനിറ്റ് മാക്സിമം നമുക്ക് അവിടെ പൊട്ടിയെടുത്തുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഹൈവേയിലേക്ക് തന്നെ കയറും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കോഴിക്കോട് വരെ അടിപൊളിയായിട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ റോഡിൽ നിന്ന് ഈ പോക്കറ്റ് റോഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ സർവീസ് റോഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇടതുവശത്തു കൂടെ പിടിച്ചു പോവുക. പിന്നെ നമുക്ക് സെൻട്രലത്തെ നമുക്ക് പിടിക്കാം. സെൻട്രലിൽ പിടിച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സെൻട്രൽ റോഡിൽ പിടിക്കുമ്പോൾ 3 വരിയാണല്ലോ നമുക്ക് വരുന്നത്. ഈ 3 വരിയിൽ നമ്മൾ അറ്റത്തെ വലത് സൈഡിലുള്ള സ്ഥലത്ത് വലത് സൈഡിൽ പോകുമ്പോൾ അത് ആംബുലൻസ് അങ്ങനെയുള്ള വണ്ടികൾക്ക് പോകാനുള്ളതാണ്. നമുക്ക് സെൻട്രലിൽ പോവാം. നമുക്ക് ഓവർടേക്കുമ്പോൾ മാത്രം അപ്പുറത്തേക്ക് കടന്നിട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ ഇടതുവശത്ത് കൂടെ നമ്മൾ എവിടെയെങ്കിലും എക്സിറ്റ് ചെയ്യണമെങ്കിലും എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇടതുവശം അടുപ്പിച്ച് നിർത്തിയിട്ട് നമ്മൾ പോവാം. അതുപോലെ എല്ലാ സിഗ്നലിൻ്റെ ഭാഗത്തും നമുക്ക് അവർ എക്സിറ്റിൻ്റെ അവിടെയും എൻട്രൻറ്റിൻ്റെ അവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്പീഡ് ലിമിറ്റ് ഇപ്പോൾ 50, 60, 80 അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ മാറ്റം വരും തോന്നുന്നുണ്ട്. ഇപ്പോൾ അവർ കുറച്ചെടുക്കും. മുന്നേ 80 എഴുതുന്നതിന് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് എക്സിറ്റ് ഇപ്പോൾ എൻട്രി ആണ് ഉള്ളത്. ഈ എൻട്രീൻ്റെ അവിടെ നിന്ന് കണ്ടില്ലേ, അവിടെയൊക്കെ നമുക്ക് റോഡിൽ ഇങ്ങനെ ആരോ മാർക്ക് ഉണ്ടാവും. നമുക്ക് എക്സിറ്റ് ചെയ്യണോടത്താണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് ഒരു ആരോ മാർക്കായിട്ട് കാണിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. നിങ്ങൾക്ക് ഓരോ സൈഡിലും നോക്കുമ്പോൾ കാണാം ബോർഡുകൾ 80, 60 അങ്ങനെ പല സ്പീഡിൻ്റെ അതൊക്കെ കാണിച്ചിട്ടുള്ളതുണ്ടാവും. അതുപോലെ ഓരോ സ്ഥലങ്ങളെത്തിയ ബോർഡുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ നമുക്ക് മുന്നത്തെ കാലങ്ങളിൽ നമ്മൾ പോയ ഓർമ്മയിൽ പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളെത്തിയാലൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ ബോർഡ് നോക്കി പോവുക. പിന്നെ അതുപോലെ സ്പീഡിൻ്റെ ലിമിറ്റിൻ്റെയും കാര്യങ്ങളും അതുപോലെ ഫുള്ള് മേലെയും സൈഡിലും എല്ലായിടത്തും ക്യാമറകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അധികം ഫൈനൊന്നും കിട്ടാതെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അമിതമായ സ്പീഡൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ
നമുക്ക് ഫൈനൊന്നും കിട്ടില്ല. സുഖ യാത്രയാണ്, ഒരു ടെൻഷനും ഇല്ല, ഒരു ഇതും പേടിക്കാതെ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. പിന്നെ വേറെ പുറത്തുനിന്ന് ഉള്ളിൽ നിന്നോ അവിടെ നിന്ന് പോകുന്ന വണ്ടി വന്നു എന്നുള്ള പേടിക്കാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എക്സിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മളത് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞു തരാം. നമുക്കിവിടെ ഏരോ മാർക്കിനനുസരിച്ചിട്ട് നമുക്ക് കടക്കാൻ പറ്റും കേട്ടോ. നമുക്കൊക്കെ കൂടെ ചേരാം, നമുക്കൊക്കെ കൂടെ ചേരാം. നല്ലൊരു യാത്ര എപ്പോഴും അടുക്കം കൂട്ടും നിനക്കുമായി. താഴേക്കിടുന്ന താടിമുട്ടുകൾ, കുറുകിടുന്ന മുടിവിളക്കുകൾ ആരാധകർക്കാ. മധുരം നിറയുന്ന ഒരു യാത്ര. മേലെ കാണുന്ന ഒരു ബോർഡ് ഇപ്പോൾ കാണാം. ആ ബോർഡിൽ നമ്മൾ സ്പീഡ് ലിമിറ്റ് കറക്റ്റ് നമ്മൾ സ്പീഡിൽ പോണ എത്ര കിലോമീറ്റർ സ്പീഡാണെന്നുള്ളത് അതിൽ മേലെ എഴുതി കാണിക്കും. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് കളിക്കാൻ നിൽക്കണ്ട. കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിയിൽ സ്ലിപ്പായിട്ട് വരുന്നത് കാണാം. മധുരം നിറയുന്ന ഒരു യാത്ര. നല്ലൊരു യാത്ര എപ്പോഴും അടുക്കം കൂട്ടും നിനക്കുമായി. താഴേക്കിടുന്ന താടിമുട്ടുകൾ, കുറുകിടുന്ന മുടിവിളക്കുകൾ ആരാധകർക്കായി.
എച്ച് മധുരം നിറയുന്ന ഒരു യാത്ര. വിളക്കുകൾ ആരാധകരക്കായി മധുരം നിറയുന്ന ഒരു യാത്ര. ചാവക്കാട് കടന്നു പടിയോടെ പൊന്നാനിയിലേക്കൊരു ഇരുപേരെ പാതയിലൂടെ ഞാനും നീയും സഞ്ചരിക്കാം സ്വപ്നപാതകളിൽ. മുത്തശ്ശിയുടെ കഥകളുമായി കെട്ടിട്ട റോഡുകൾ അറിയാം. ഈ ഭംഗിയിൽ മഷിയാരമില്ല, നോക്കരോട് ശുശ്രൂഷ സമൃദ്ധിയാകുന്നിടം. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം. ഈ ഭംഗിയിൽ മഷിയാരമില്ല, നോക്കരോട് ശുശ്രൂഷ സമൃദ്ധിയാകുന്നിടം. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം. എല്ലാതിനുമുപരി ഈ വഴികൾ നോക്കരോട് ശുശ്രൂഷായി നമുക്കൊരു സമ്മാനം. നടക്കുമ്പോൾ മനസ്സിലില്ലാതെ രാഷ്ട്രീയത്തെ മറന്നു പോകാം. പാതകൾ തമ്മിൽ ബന്ധം കൂടുമ്പോൾ മണ്ണിന്റെ കഥ പറയും ഗാനങ്ങളാൽ ഈ അയാൾ പാതയുടെ ഓരങ്ങൾ, പുഴകൾ കടന്ന് കടലാളങ്ങൾ. ഭാവിയിൽ വരും പുതുയാത്രകൾ സേവിക്കുന്നതു ഇന്നു പണി കണ്ട ഞങ്ങൾ. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം. എല്ലാതിനുമുപരി ഈ വഴികൾ നോക്കരോട് ശുശ്രൂഷായി നമുക്കൊരു സമ്മാനം. ചാവക്കാട് കടന്നു പടിയോടെ പൊന്നാനിയിലേക്കൊരു പേരെ പാതയിലൂടെ ഞാനും നീയും സഞ്ചരിക്കാം സ്വപ്നപാതകളിൽ. മുത്തശ്ശിയുടെ കഥകളുമായി കെട്ടിട്ട റോഡുകൾ അറിയാം. ഈ ഭംഗിയിൽ മഷിയാരമില്ല, കൗപരുക്ഷ സമൃദ്ധിയാകുന്നിടം. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം. ഈ ഭംഗി
നമുക്കൊരുക്ഷ സമൃദ്ധിയാകുന്നിടം. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളം. എല്ലാതിലും ഈ വരികൾക്കൊരുക്ഷ നമുക്കൊരു സമ്മാനം. നടക്കുമ്പോൾ മനസ്സില്ലാതെ രാഷ്ട്രീയത്തെ മറന്നു പോകാം. പാതകൾ തമ്മിൽ ബന്ധം കൂടുമ്പോൾ മണ്ണിന്റെ കഥ പറയും ഗാനങ്ങളാ. ഈ അയൽപാതയുടെ ഓരങ്ങൾ, പുഴകൾ കടന്നു കടലാളങ്ങൾ, ഭാവിയിൽ വരും പുതുയാത്രകൾ സേവിക്കുന്നതും ഇന്ന പണി കണ്ട ഞങ്ങൾ. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളം. എല്ലാതിലും ഈ വരികൾക്കൊരുക്ഷ നമുക്കൊരു സമ്മാനം. കേരളം എത്ര സുന്ദരം, എത്ര സബലത്ര പോണ പണി കണ്ട നമുക്ക് മതിയാവില്ല. സുന്ദരമായ റോബോ, എത്ര സുന്ദരമായ യാത്ര നമ്മൾക്ക് അഭിമാനിക്കാം. കേരളം എത്ര സുന്ദരം, കണ്ടലിത്ര സിദ്ധ പ്രോക്ക് പണി കണ്ടാൽ നമുക്ക് മതിയാവില്ല. സുന്ദരമായ റോഡ്, എത്ര സുന്ദരമായ യാത്ര നമ്മൾക്ക് അഭിമാനിക്കാം. സുഖം 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 സുഖം. നല്ലൊരു യാത്ര എപ്പോഴും അടുക്കം കൂട്ടും നിനക്കുമായി.
ആരാധകർക്കാ മധുരം നിറയുന്ന ഒരു യാത്ര താഴേക്കിടുന്ന താടിമുട്ടുകൾ കുറുകിടുന്ന മുടിവിളക്കുകൾ ആരാധകർക്കാ ഇത് ഹൈവേയുടെ മേലെ കണ്ടില്ലേ ഒരു ബോർഡല്ല സോറി നടക്കുന്ന നടപ്പാതയാണ്. അപ്പം അത് ഈ ഭാഗത്തു നിന്നുള്ളവർക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള നടപ്പാതയാണ് ഉണ്ടത്. നല്ലൊരു യാത്ര എപ്പോഴും അടുക്കം കൂട്ടും നിനക്കുമായി താഴേക്കിടുന്ന താടിമുട്ടുകൾ കുറുകിടുന്ന മുടിവിളക്കുകൾ ആരാധകർക്കായി മധുരം നിറയുന്ന ഒരു യാത്ര. നമ്മൾക്ക് ഈ തിരുവുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഗൾഫിലേക്ക് എത്തിയ മാതിരി ഒരു ഫീലാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ചും കൂടി കണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടോളുള്ളത്. ഇപ്പോൾ ടോളിൻ്റെ അവിടെ ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടൊന്നുമില്ല, റോഡ് പണി കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം ടോള് തുടങ്ങുള്ളൂ. പക്ഷെ എന്നാലും വണ്ടികളൊക്കെ ഒരു സൈഡിൽ കൂടെ ആയിട്ടൊക്കെയാണ് വിടുന്നത്. അപ്പോൾ അത് പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ പെട്രോൾ പമ്പിൻ്റെ നമുക്ക് പെട്രോളൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും നമ്മൾ ലെഫ്റ്റിൽ അടുപ്പിച്ച് പിടിക്കുക. ഏതെങ്കിലും എക്സിറ്റ് വഴി കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് വഴി ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ പമ്പ് കിട്ടിയതിന് ശേഷം തിരിച്ച് അതുപോലെ നമ്മൾ ഇങ്ങോട്ട് തന്നെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഹൈവേക്ക് തന്നെ കയറാം. അപ്പോൾ സർവീസ് റോഡ് അതേ വഴി തന്നെ നേരെ നമ്മൾ പോന്നാൽ മതി. അല്ലാണ്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ എക്സിറ്റ് വഴി പിന്നെ എൻ്റർ ചെയ്യാൻ പാടില്ല. അപ്പോൾ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കുറച്ചും കൂടി വിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ടോള്. ഈ ടോള് കണ്ടില്ലേ, എന്താ ഭംഗി, അടിപൊളിയാട്ടോ. കേരളം എത്ര സുന്ദരം, എത്ര സബലത്ര പോണ പണി കണ്ട നമുക്ക് മതിയാവില്ല. സുന്ദരമായ റോബോ, എത്ര സുന്ദരമായ യാത്ര നമ്മൾക്ക് അഭിമാനിക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.